ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് അരുളി ചെയ്തു. ഈ രണ്ട് വാക്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധയോടെ കുറിച്ചിടുക. രണ്ട് വാക്യങ്ങൾ. ഒന്നാമത്തെ വാക്യം ഏതാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. 2-ാമത്തെ വാക്യം 19-ാമത്തെ അധ്യായത്തിലാണ്. കുറെ അധ്യായം കഴിഞ്ഞിട്ടാണ്. 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം: ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. കാണാതെ പോയിട്ടുള്ളതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് ഒരു അടിക്കുറിപ്പ് ഇവിടെ ചേർത്ത് അവിടെ എഴുതിയിരിക്കുന്നു. സർവ്വലോകത്തിനുണ്ടാകുന്ന മഹാസന്തോഷം. ഈ സർവ്വലോകത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഒന്ന് വ്യക്തി കേന്ദ്രീകൃതമാണ്, രണ്ട് കുടുംബ കേന്ദ്രീകൃതമാണ്. എല്ലാ സന്തോഷത്തിന്റെയും അടിസ്ഥാന പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുമാണ്, ഓരോ കുടുംബമാണ്. ഓർക്കുക, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ ലോകത്തിൽ സംവേദിപ്പിക്കുവാനായിട്ട് ഒരു നിയോഗം എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ട്. ഓരോ വ്യക്തിയും ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. വിശുദ്ധന്മാരൊക്കെ തമ്പുരാന് വേണ്ടി ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തവരാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ അറിയിച്ച ആബോ പിതാവും അന്ത്രോസ് ബാവയൊക്കെ ഈ നിയോഗങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ്. ഓർക്കണം, ഈ കാണുന്ന സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാങ്കേതിക വിപ്ലവങ്ങൾ, ഇതൊക്കെ ഒരു 10-25 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. 25 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 30 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ ചുറ്റുപാടുകൾ, ഈ നാടിന്റെ വികസനം, സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഇന്ന് കാണുന്ന ഒന്നും അന്നില്ല, അല്ലേ? എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇപ്പൊ ദൈവം തന്നിരിക്കുന്നു. ഒരു 13 വർഷത്തിന് മുമ്പ് 8-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ, പരിമിതികൾ, പ്രതിസന്ധികൾ ഒക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവരൊക്കെ ഓരോരോ കാലങ്ങളിൽ തമ്പുരാന് വേണ്ടി നിയോഗങ്ങൾ ഏറ്റെടുത്ത് തമ്പുരാന്റെ സ്ഥാനപതികളായി ലോകത്തിൽ സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ പ്രകാശത്തെ സംവേദിപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് ആബോ പിതാവിന്റെ കബരെങ്കിലും അപ്പൂപ്പന്റെ കബരെങ്കിലൊക്കെ അനേകർ കണ്ണുനീരോട് വന്ന് പ്രകാശിതരായി സന്തുഷ്ടരായി കടന്നു പോകുന്നത്. ഓർക്കുക, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം സർവ്വലോകത്തിനും സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ആ സന്തോഷം ഒന്ന് ഓരോ വ്യക്തികളിൽ കൂടിയാണ് സംവേദിപ്പിക്കപ്പെടേണ്ടത്, ഓരോ കുടുംബങ്ങൾ കൂടിയാണ് സംവേദിക്കപ്പെടേണ്ടത്. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ക്രിസ്തുവിന്റെ മനുഷ്യാന്വേഷണവും മനുഷ്യന്റെ ദൈവാന്വേഷണവും കൂട്ടിമുട്ടുന്നിടത്താണ് വീണ്ടെടുപ്പിന്റെ മഹാസന്തോഷം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ തേടിയാണ്. നമ്മളെ ഓരോരുത്തരെയും അന്വേഷിച്ചിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. കാണാതെ പോയിട്ടുള്ളതിനെ തെരഞ്ഞു കണ്ടുപിടിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ മനുഷ്യാന്വേഷണം, മനുഷ്യാവതാരത്തിന്റെ കാതലായ പൊരുളതാണ്. ജനനവും, ബത്ലഹേമിലെ ജനനവും കാൽവറിയിലെ മരണവും ഒക്കെ ഈ മനുഷ്യാന്വേഷണത്തിന്റെ ഭാഗമാണ്. ക്രിസ്തു മനുഷ്യരെ അന്വേഷിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണം. ഈ ക്രിസ്തുവിന്റെ മനുഷ്യാന്വേഷണവും മനുഷ്യന്റെ ദൈവാന്വേഷണവും സമന്വയിക്കുന്നിടത്ത്, കൂട്ടിമുട്ടുന്നിടത്ത് വീണ്ടെടുപ്പിന്റെ മഹാസന്തോഷമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ 3 ഉപമകൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കാണാതെ പോയ ആടിനെ കുറിച്ച്, കാണാതെ പോയ ദ്രവ്യത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ പുത്രനെ കുറിച്ചുള്ള വീണ്ടെടുപ്പിന്റെ മഹാസന്തോഷം വിഭാവനം ചെയ്യുന്ന നഷ്ടപ്പെടലുകളുടെ 3 ഉപമകൾ, വീണ്ടെടുപ്പിന്റെ 3 ഉപമകൾ. ആ സ്വർഗ സന്തോഷത്തിന്റെ ശക്തമായിരിക്കുന്ന പ്രതിധ്വനികൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
ഓർക്കുക, ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചത് സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ തമ്പുരാൻ സംവേദിപ്പിക്കുന്ന മഹാസന്തോഷം, കുടുംബജീവിതത്തിൽ ദൈവം തമ്പുരാൻ തരുന്ന മഹാസന്തോഷം. ഈ ദൈവാന്വേഷണം കണ്ടെത്തുവാൻ തക്കവണ്ണം സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ, ധ്യാന വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. യേശു തമ്പുരാൻ യെരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രമാണിയുമായ സക്കായി എന്നു പേരുള്ള ഒരുവൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അത് കഴിഞ്ഞില്ല. അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. അതുവഴിയായിരുന്നു യേശുവിനെ കടന്നു പോകേണ്ടിയിരുന്നത്. അവിടെ എത്തിയപ്പോൾ യേശു അത്തിയുടെ മുകളിലേക്ക് നോക്കി, സക്കായി വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. അവൻ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് യേശുവിനെ സ്വീകരിച്ചു. എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ വേഗം ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന് യേശുവിനെ സ്വീകരിച്ചു. കർത്താവുമായി അവൻ ഭവനത്തിലേക്ക് പോകുമ്പോൾ ചുറ്റുപാടുമുണ്ടായിരുന്ന പുരുഷാരം പറഞ്ഞു, ഇവനും പാപിയായ മനുഷ്യന്റെ അടുക്കൽ പോയി താമസിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേ, എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി വാങ്ങിച്ചുള്ളത് 1/4 വീതം തിരിച്ചു കൊടുക്കുന്നു. അവിടെ അവനൊരു വലിയൊരു ശബ്ദം കേൾക്കുന്നു. എന്താണ്? വലിയൊരു പ്രതികരണം, അപ്രതീക്ഷിതമായൊരു പ്രതികരണം കേൾക്കുക. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. വീട് കൂദാശിയിൽ വായിച്ച് കേട്ടിട്ടുള്ള കേൾക്കുന്ന സഖായിയുടെ ചിത്രം. ഇതൊരു ഉപമയൊന്നുമല്ല, ഇതൊരു ദൃഷ്ടാന്തമല്ല, ഇതൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ ആത്യന്തികമായ മനസ്സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു ചിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിൽ കൂടി കാണിച്ചു തരുന്നത്. യേശു തമ്പുരാൻ യെരിഹോവിൽ കൂടി കടന്നു പോകുകയാണ്. യെരിഹോ എന്ന് പറയുന്നത് സുഖകരമായ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നില്ല. യെരിഹോ എന്ന് പറയുമ്പോൾ വളരെ അപകടകരമായ ഒരു സ്ഥലമാണ്, ഒരു കച്ചവട സ്ഥലമാണ്, വ്യാപാര കേന്ദ്രമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ വന്ന് നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ന്യായപ്രമാണങ്ങൾ പ്രമാണിയാണ്, അതൊക്കെ നീ പാലിക്കാന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞതെല്ലാം പാലിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറയുന്നു. അപ്പോൾ അവൻ കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? വളരെ വിഡ്ഢിയായ ഒരു മനുഷ്യനാണ് ഈ ന്യായശാസ്ത്രി. കാരണം ദൈവത്തെ അവൻ കണ്ടിട്ടില്ല, ദൈവം ആരാണെന്ന് അവൻ ചോദിക്കുന്നില്ല. മറിച്ച് കൂടെ നിൽക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയാതെ ചോദിക്കുക, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അപ്പോഴാണ് കർത്താവ് ശമരിയക്കാരന്റെ ഉപമ പറയുന്നത്. എന്താണ് ഉപമ? ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്തു. യെരുശലേം ആരാധനയുടെ സ്ഥലമാണ്. ആരാധനയുടെ സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ യെരിഹോവിലേക്ക് യാത്ര ചെയ്തു, ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. ആ യാത്രയുടെ ഉദ്ദേശം എന്താണ്? യെരിഹോ എന്ന് പറയുന്നത് കച്ചവട കേന്ദ്രമാണ്, വ്യാപാര കേന്ദ്രമാണ്. പുണ്യഭൂമിയിൽ നിന്ന്, ആരാധനയുടെ സമൂഹത്തിൽ നിന്ന് ലോകത്തിന്റെ നേട്ടങ്ങൾ കൈവരിക്കുവാനായി അപകടകരമായ സ്ഥലങ്ങളിലൂടെ സാഹസികമായ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ. സംഭവിക്കേണ്ടത് സംഭവിച്ചു. കള്ളന്മാർ അവനെ പിടിച്ചു, മുറവേൽപ്പിച്ചു, എല്ലാം അപകരിച്ചു. അർദ്ധഭ്രാണനായി വഴിയിൽ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ചിത്രമുണ്ട്. അതിലേക്കൂടെ പുരോഹിതനും ലേവ്യനും വന്ന് കടന്നുപോയി. അപരിചിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് അവനെ ശുശ്രൂഷിച്ചു. അവൻ ശമരിയക്കാരനാണ്. അവനെ നല്ല ശമരിയൻ, നല്ല പ്രവൃത്തിയിലൂടെ നല്ല ശമരിയക്കാരൻ നമ്മൾ വിളിക്കുന്നു. ഈ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ മനുഷ്യൻ അപകടത്തിൽപ്പെടുവാനുള്ള കാരണം, ഈ യെരുശലേം ആരാധനയുടെ സ്ഥലമാണെങ്കിൽ യെരിഹോ കച്ചവട കേന്ദ്രമാണ്, വ്യാപാര കേന്ദ്രമാണ്. സക്കായി പ്രമാണിയാണ്, സക്കായി ധനവാനാണ്. എങ്ങനെയാണ് അവൻ ധനവാനായത്? അവൻ ചുങ്കക്കാരനായിരുന്നു, ചുങ്കം പിരിച്ച ധനവാനായി. പണം കൂട്ടിക്കൂട്ടി വെച്ചവൻ പ്രമാണിയായി. പണമുണ്ടെങ്കിൽ പ്രമാണിയാകാം, അല്ലേ? പണമുണ്ടെങ്കിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും പ്രമാണിയാകാം. അങ്ങനെ കവർന്നെടുത്തും കട്ടെടുത്തും പിടിച്ചു പറിച്ചും പ്രമാണിയായി മാറിയൊരു മനുഷ്യൻ. പ്രമാണിയാണ്, ചുങ്കക്കാരനാണ്, ധനികനാണ്. പക്ഷെ ജീവിതത്തിൽ ഇത് ലഭിക്കേണ്ടത് യഥാർത്ഥമായി ലഭിക്കുവാൻ, യഥാർത്ഥ ആത്മരക്ഷ, സന്തോഷം, സമാധാനം,
എന്തെന്ന് കൈവരിക്കുവാൻ കഴിയാതെ വല്ലാത്തൊരു അവസ്ഥയിൽ സക്കായി ജീവിക്കുകയാണ്. എല്ലാമുണ്ട്, പ്രാമാണികത്വമുണ്ട്, ധനമുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മസന്തോഷം, അത് എങ്ങനെ കിട്ടും, തിരിച്ചു പിടിക്കാൻ പറ്റും? ഇവിടെ മുതലാണ് സക്കായിയുടെ ജീവിതത്തിലെ യാത്ര ആരംഭിക്കുന്നത്. യെരിഹോവിലെ സക്കായി അപകടകരമായ വ്യാപാര സ്ഥലത്ത് ചുങ്കം പിരിച്ച് ധനികനായി പ്രമാണിയായി മാറിയ മനുഷ്യനാണ്. അങ്ങനെ ഒരു അപകടകരമായ വ്യാപാര കേന്ദ്രമാണ്. തമ്പുരാൻ യെരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു കുരുടനെ കാണുന്നുണ്ട്. യെരിഹോവിന്റെ വഴിത്താരയിൽ ഇരുന്ന ഭിക്ഷക്കാരനായ ബർത്തീമായി കാണുന്നുണ്ട്. അവനും വഴിയരികിൽ ഭിക്ഷക്കാരനാണ്. ഇങ്ങനെ പല തരത്തിലും സുഖകരമായ ഒരു അനുഭവമല്ല യെരിഹോ തരുന്നത്. ഈ യെരിഹോവിൽ കൂടി കർത്താവ് കടന്നു പോകുമ്പോഴാണ് ധനവാനും ചുങ്കക്കാരൻ പ്രമാണിയുമായ സക്കായി എന്ന പേരുള്ള ഒരുവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് കടന്നു വരുന്നത്. അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കുകയാണ്. അവൻ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയാണ്. ഈ യാത്രയുടെ അവസാനം അവൻ നീതീകരിക്കപ്പെടുന്നു. അബ്രഹാമിന്റെ മകനാകുന്നു, അവൻ രക്ഷപ്പെടുന്നു, അവന്റെ ഭവനം രക്ഷപ്പെടുന്നു. ഈ സംഭവം മനുഷ്യന്റെ ക്രിസ്ത്യാന്വേഷണത്തിന്റെ, ദൈവാന്വേഷണത്തിന്റെ ശക്തമായൊരു മുഖമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ക്രിസ്തു മനുഷ്യനെ തേടി വന്നു, മനുഷ്യൻ ദൈവത്തെ തേടി നടക്കുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാന്വേഷണവും മനുഷ്യന്റെ ദൈവാന്വേഷണവും സമന്വയിക്കുന്നിടത്താണ് രക്ഷയുടെ വീണ്ടെടുപ്പിന്റെ മഹാസന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഈ സക്കായി അപകടകരമായ വ്യാപാര സ്ഥലത്ത് കച്ചവടം ചുങ്കം പിരിച്ച് ധനികനായി പ്രമാണിയായി മാറിയ മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം തിരിച്ചു പിടിക്കുന്നത്, മഹാസന്തോഷത്തിന്റെ അനുഭവക്കാരനായി മാറുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങളൊന്നും അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സക്കായിയുടെ ജീവിതം വെറുതെ ഒന്ന് ധ്യാനിച്ചാൽ മതി. ഒന്നാമതായി, സക്കായിയുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മസന്തോഷം അനുഭവിക്കുവാൻ ഇടയാകുന്നത് ശ്രദ്ധാപരമായ ഒരു അന്വേഷണമാണ്. ഈ ലോകത്തിൽ നേടിയതും കൂട്ടിവെച്ചതും സുഖിച്ചതും ഒന്നും ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവ്, ലോകത്തിന്റെ ക്ഷണിക സുഖങ്ങളെ തിരിച്ചറിയുവാനുള്ള മനോബോധം, അതാണ് ഒന്നാമത്തെ വഴിത്തിരിവ്. പരിശുദ്ധ മാമോദീസ സ്വീകരിക്കുമ്പോൾ ആദ്യത്തെ ഒരു പ്രാർത്ഥനയോട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുകയില്ല. വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ്. വിശുദ്ധന്മാർ ഒക്കെ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നവരല്ല. ആബോ പിതാവ് ഒരു ദിവസം കൊണ്ട് പിതാവായതല്ല. അന്ത്രയോസ് ബാബ ഒരു ദിവസം കൊണ്ട് അന്ത്രയോസ് പിതാവായതല്ല. പരമന തിരുമേനി ഒരു ദിവസം കൊണ്ട് പരമന തിരുമേനി അതല്ല, പരിശുദ്ധനായതല്ല. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ ചില ബോധ്യങ്ങളുണ്ട്. നമ്മുടെ വിശുദ്ധ ജീവിതം വിളക്ക് കൊളുത്തപ്പെടുന്നത്, തെളിക്കപ്പെടുന്നത് പ്രകാശിതമായ മാമോദീസ കൂദാശയിലൂടെയാണ്. ആ പ്രാർത്ഥനയിൽ, കൂദാശയുടെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു വാചകമുണ്ട്, പ്രാർത്ഥനയുണ്ട്: തമ്പുരാനെ, ലോക വ്യർത്ഥതയെ തിരിച്ചറിയത്തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ളതാണ്. ആ പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. തമ്പുരാനെ, കർത്താവേ, ലോക വ്യർത്ഥതയെ തിരിച്ചറിയത്തക്കവണ്ണം ഈ പൈതലിന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണം. ഒരു കുഞ്ഞ്, 2-3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ദൈവസേന സമർപ്പിച്ച് പറയുകയാണ്, ഇവൻ വളരേണ്ടത് ഇനി ലോകത്തിലാണ്. ലോകം മുഴുവനും കളങ്കിതമാണ്, കറ പറഞ്ഞതാണ്, അനീതി നിറഞ്ഞതാണ്, വ്യർത്ഥത നിറഞ്ഞതാണ്, ക്ഷണഭങ്കുരമാണ് ലോകം. ഈ ലോകത്തിന്റെ വ്യർത്ഥതയെ തിരിച്ചറിയത്തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണം. അത്ര ചെയ്താൽ മതി, നമ്മളൊക്കെ വിശുദ്ധരാകും. ഓരോ ദിവസവും വളരുമ്പോൾ, ആധ്യാത്മികമായി ഉയരുമ്പോൾ, ലോക വ്യർത്ഥതയെ തിരിച്ചറിയത്തക്കവണ്ണം മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടണം. ലോകത്തിന്റെ ക്ഷണികത തിരിച്ചറിയുന്ന ഒരു ആധ്യാത്മികതയാണ് വിശുദ്ധ ജീവിതത്തിന്റെ നാഴികക്കല്ല്, അടിസ്ഥാനക്കല്ല് എന്നോർക്കുക പ്രിയമുള്ളവരെ. സക്കായി അനുഭവിച്ച സുഖങ്ങളൊക്കെ വ്യർത്ഥമാണെന്നുള്ള തിരിച്ചറിവ്, ലോക സുഖങ്ങളെ വ്യർത്ഥമായി കാണുവാൻ അവന്റെ മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ആ മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ അവനൊരു അന്വേഷണം ആരംഭിച്ചു. എന്താണ് അന്വേഷണം? യേശുവിനെ കുറിച്ച് അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. യേശു ആരാണെന്ന് അവൻ അറിയാം. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്ന, 5 അപ്പം കൊണ്ട് 5000 പേര് സംതൃപ്തരാക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ഒരുപാട് കേട്ടറിവ് തമ്പുരാനെ കുറിച്ച് അവനുണ്ട്. ഈ കേട്ടറിവ് പോരാ, തമ്പുരാനെ കുറിച്ച് ഒരു കേട്ടറിവ് പോരാ,
പിന്നെയോ വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ള ശ്രദ്ധാപരമായ ഒരു അന്വേഷണമാണ് സക്കായി തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് അവിടെ വായിക്കുന്നു, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കുന്നത് he sought to see who Jesus was. യേശു ആരാണെന്ന് കാണുവാൻ സക്കായി ആഗ്രഹിച്ചു എന്നാണ്. മലയാളം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു തമ്പുരാൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. എനിക്കേറെ ഇഷ്ടം ഇതാണ്. യേശു ആരാണെന്ന് അവനറിയാം, ഒരുപാട് കേട്ടറിവുണ്ട്. പക്ഷേ അവരാഗ്രഹിക്കുന്നതാണ് യേശു ആരാണെന്ന് അറിയാനല്ല, മറിച്ച് യേശു എങ്ങനെയുള്ളവൻ എന്നറിയുവാൻ അവൻ ആഗ്രഹിച്ചു. യേശു എങ്ങനെയുള്ളവൻ എന്നറിയാൻ. യേശു എങ്ങനെയുള്ളവൻ അറിയണമെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി സി.ഡി. രാജനാണ്, ഇന്നാരാണ്. അപ്പം നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ പല പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഞാൻ എങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എങ്ങനെയുള്ളവനെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി മെനക്കെട്ടേക്കോളും, അല്ലേ? എൻ്റെ പോകുന്ന വഴികളൊക്കെ നിങ്ങൾ വരണം. എൻ്റെ പ്രവൃത്തികളൊക്കെ നിങ്ങൾ ശോധന ചെയ്യുമ്പോൾ വളരെ കഠിനമായ ഒരു പ്രയത്നം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. സക്കായി തീവ്രമായ ഒരു പരിശ്രമത്തിലൂടെ, തീവ്രമായ ഒരു ശ്രമത്തിലൂടെയാണ് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചത്. യേശുവിനെ കണ്ടെത്തി, അവൻ്റെ മനോഹരത്വം കണ്ട്, അവൻ്റെ മഹിമ കണ്ട്, അവൻ്റെ നന്മ കണ്ട്, അവനെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ സക്കായി ആഗ്രഹിച്ചു. അതാണ് ബോധപൂർവമായ ഒരു പരിശ്രമം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് രക്ഷയുടെ സന്തോഷം ആസ്വദിക്കണമെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു അന്വേഷണം, തീവ്രമായ ഒരു അന്വേഷണം ആവശ്യമായിരിക്കും. മനുഷ്യാവതാര സംഭവം മുഴുവനും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധാപൂർവം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. വിദ്വാൻമാർ എത്രയോ കിലോമീറ്റർ ദൂരെ നിന്ന് കർത്താവിനെ അന്വേഷിച്ച് വന്ന് അവന് കാഴ്ചകൾ വെച്ച് പുതിയ വഴിയായി സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു, അല്ലേ? ദേവാലയത്തിൽ വൃദ്ധനായിരിക്കുന്ന ശീമോൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. കർത്താവിനെ കണ്ടപ്പോൾ അനേകം കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ വന്നു, അനേകം മറിയകൾ, അനേക യോസപ്പന്മാർ ദേവാലയത്തിൽ വന്നു. കന്യകമറിയാമിനെയും യൗസേപ്പിനെയും യേശു കുഞ്ഞിനെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനെ കൈകളിലേക്ക് വാങ്ങി നെഞ്ചോട് ചേർത്തിച്ചിട്ട് പറയാണ്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്താലെ വിട്ടയക്കണമേ, അടിയനെ സമാധാനത്താലെ വിട്ടയക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പാപിയായ സ്ത്രീയെ കുറിച്ച് കാണുന്നുണ്ട്. യേശു തമ്പുരാൻ ശീമോന്റെ ഭവനത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ കരുതലോടെ, പ്രത്യാശയോടെ തൈലം വാങ്ങി കർത്താവിന്റെ അടുക്കൽ വന്ന് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, മകളെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നീ സമാധാനത്താലി പോകുക. യഥാർത്ഥ ദൈവാന്വേഷണം, യഥാർത്ഥ ക്രിസ്താന്വേഷണം ശരിയായിരിക്കുന്ന ആത്മരക്ഷയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിനുള്ള ഒരു ചുവടുമാറ്റം നമുക്കുണ്ടാകണം. തീവ്രമായ അന്വേഷണം. നീ ആരോ ആയിക്കോട്ടെ, ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുന്ന ഒരു ആധ്യാത്മികത. യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് യോബ്. 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനും എങ്കിൽ യഹോവ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ദൈവത്തെ നിർമ്മലനും നീതിമാനുമായി നിഷ്കളങ്കനുമായി ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുക. ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുന്ന ഒരു ആധ്യാത്മികത ഏത് അവസ്ഥകളിൽ, പാപഭംഗിലമായ അവസ്ഥയായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, തകർക്കപ്പെടുന്ന നിമിഷങ്ങളായിരിക്കാം, പക്ഷേ തമ്പുരാനിൽ ഏകാഗ്രതയോടെ ശ്രദ്ധ വെച്ച് അവനെ അന്വേഷിക്കുന്ന ഒരാത്മീയത നമുക്കുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ അവിശ്വസനീയമായ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, 40-ാം സങ്കീർത്തനം വായിക്കുന്നത് എന്താണ്? ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തുകാത്തിരുന്നു. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തുകാത്തിരുന്നു. ആരാണ് ഞാൻ? അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി പാറമേൽ എന്നെ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് കണ്ട് പലരും, നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ, അത് കണ്ട് പലരും അത്ഭുതപ്പെടും. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്നല്ല വായിക്കുന്നത്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്തുള്ള പ്രതീക്ഷയാണ്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ
ഏറെ നാളത്തെ പ്രതീക്ഷയാണ്. അവൻ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഒരിക്കലും തോറ്റുപോകാതെ, പതറിപ്പോകാതെ ശ്രദ്ധാപൂർവമായി ദൈവത്തെ അന്വേഷിക്കുകയാണ്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു, കുഴഞ്ഞ ചേറ്റിലായിരുന്നു. ആർക്കും എന്നെ സഹായിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്. ഈ കുഴഞ്ഞ ചേർന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പക്ഷേ മനസ്സിലാകിയില്ല. പണ്ടൊക്കെ വയലിലൊക്കെ ഇറങ്ങി മീൻ പിടിച്ചിട്ടുള്ളവർക്കാണ് നമ്മൾ. പൊതേ കണ്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാലെടുത്ത് അപ്പുറത്ത് വെക്കുവാൻ എന്തൊരു പ്രയാസമായിരിക്കും അല്ലേ? പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചാൽ ഓടിയെത്താൻ പറ്റുമോ? ഒരു കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത കാലത്ത് താന്നു പോകും അല്ലേ? 2018 പ്രളയം വന്നപ്പോൾ നിങ്ങൾ കണ്ടു, 2 നില വീടിൻ്റെ മുകളിലൊക്കെ വെള്ളം കയറി. ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി, ബ്രെഡിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടു. വലിയ മിടുക്കന്മാരെല്ലാം വിചാരിച്ചു രക്ഷപ്പെടുത്താൻ. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റുന്ന കാര്യം, എല്ലാവരും വെള്ളത്തിലാണ്. അവസാനം ഒരു രക്ഷാപ്രവർത്തനം നടന്നു. എന്താ രക്ഷാപ്രവർത്തനം അറിയാമോ? എയർ ലിഫ്റ്റിംഗ് ആണ്. ഹെലികോപ്റ്റർ വന്നിട്ട് അവരെ പൊക്കിയെടുത്തുകൊണ്ട് അങ്ങ് പോയി. ഇതൊരു സൂചനയാണ് അല്ലേ? നാശകരമായ കുഴിയിൽ നിന്നും, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവനെ അങ്ങ് പൊക്കിയെടുത്തു. സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് കൈനീട്ടി ആഴത്തിൽ തന്നെ പൊക്കിയെടുത്തു. നാശകരമായ കുഴിയിൽ ഞാനായിരുന്നു. എന്നോടുള്ള അവന്റെ സമീപനം എങ്ങനെയാണ്? ഞാൻ നശിച്ചു പോകുന്നത് എൻ്റെ തമ്പുരാൻ ഇഷ്ടമാണോ? ഞാൻ വേദനിക്കുന്നത് എൻ്റെ തമ്പുരാൻ ഇഷ്ടമാണോ? ഞാൻ തകർക്കപ്പെടുന്നത് എൻ്റെ തമ്പുരാൻ ഇഷ്ടമാണോ? ഒരിക്കലുമല്ല. നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം, ബലഹീനതകൾ ഉണ്ടായിരിക്കാം. ഞാൻ ഇന്നലെ പ്രവചന പുസ്തകം പള്ളിയിലിരുന്ന് വായിച്ചു. 43-ാം സങ്കീർത്തന അധ്യായം വായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശക്തി ആ അധ്യായം എനിക്ക് തന്നു. പുഴുവായി യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ നിന്നെ രക്ഷിക്കും. നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കും. നിന്റെ നിമിത്തമല്ല, നിന്റെ മെറിറ്റ് കൊണ്ടല്ല, എന്റെ നിമിത്തം. ഞാൻ നിന്റെ സൃഷ്ടാവാണ്. ഞാൻ നിന്റെ അപ്പനാണ്. നീ എന്റെ സ്നേഹിതനാണ്. ആ ഒരൊറ്റ ഗതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ നിമിത്തമാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാശകരമായ കുഴിയിൽ ഞാൻ കിടക്കുമ്പോൾ എന്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ രക്ഷപ്പെടുന്നത്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവന് പ്രിയനും മാന്യനും അതേപോലെ അവന് ഏറെ പ്രിയപ്പെട്ടവനുമാണ് ഞാൻ. എന്നോടുള്ള ദൈവത്തിന്റെ സമീപനം എന്താണ്? എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ എൻ്റെ കണ്ണുനീര്, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധി ഞാൻ പകരുമ്പോൾ അവൻ എങ്കിലേക്ക് ചാഞ്ഞു വരും. ഞാൻ ഒരു മെറിറ്റും എൻ്റെ ജീവിതത്തിലില്ല, നന്മകളില്ല. പക്ഷേ എൻ്റെ അവസ്ഥയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ അവസ്ഥയിൽ അവൻ എന്നോടുള്ള പ്രതികരണം എന്താണ്? ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു. നമ്മുടെ മക്കളൊക്കെ കുരുത്തക്കിടൊക്കെ കാണിക്കും അല്ലേ? ഇവിടെ കുഞ്ഞുങ്ങൾ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കുഞ്ഞുങ്ങളെ അടിക്കും, ഉപദ്രവിക്കും, അവർ കരയും. ഞാൻ ഈ മകനോട് ചോദിക്കുകയാണ്, മോനെ, നീ ഒരു കുരുത്തക്കേട് കാണിച്ചാൽ നിന്റെ പപ്പ എങ്ങനെയാണ് നിന്റെ അടുക്കിലേക്ക് വരുന്നത്? ഈ കുഞ്ഞ് പറയുമോ, ഞാനൊരു കുരുത്തക്കേട് കാണിച്ചു, അപ്പോൾ എൻ്റെ അപ്പൻ, എൻ്റെ പപ്പ എങ്കിലേക്ക് ചാഞ്ഞു വന്നു എന്ന് പറയോ? ഈ പെൺകുഞ്ഞുങ്ങൾ പറയും, എൻ്റെ മമ്മി എങ്കിലേക്ക് ചാഞ്ഞു വന്നു എന്ന് പറയൂ. എന്തായിരിക്കും അവർ പറയുന്നത്? ഞാനൊരു തെറ്റ് ചെയ്തു, ഒരു കുരുത്തക്കേട് കാണിച്ചു, അപ്പോഴത്തേക്ക് ചാടി വന്നു എന്ന് പറയത്തുള്ളൂ അല്ലേ? അതാ നമ്മൾ വലിയ സ്നേഹമുള്ള അപ്പനും അമ്മയൊക്കെയാണ്, നമ്മൾ ചാടി വീഴുന്നവരാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ചാടി വീഴുന്നവനല്ല, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു. ആർദ്രമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ ആർദ്ര സ്നേഹം എന്നെ പൊക്കിയെടുത്തു. എവിടെ കൊണ്ട് നിർത്തി? പാറമേൽ നിർത്തി. ആ പാറ ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറയിൽ എന്നെ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും എന്റെ പ്രാണനെ അവൻ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. എന്നെ പാറയിൽ നിർത്തി, ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തി. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, പാരിലാരും പാടിടാത്ത പാട്ട്. എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ. പലരും അത് കണ്ട് അത്ഭുതപ്പെടും. രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ നീ ലോകത്തിൽ അത്ഭുതമായി മാറും, കുടുംബത്തിൽ അത്ഭുതമായി മാറും, സമൂഹത്തിൽ നീ അത്ഭുതമായി മാറും. ദൈവം നിന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. സക്കായി
ശ്രദ്ധാപരമായ ഒരു അന്വേഷണം. ദൈവം യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കണ്ട് രുചിച്ചറിഞ്ഞ് ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതാണ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വായിക്കുന്നത് എന്താണ്? ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു പോയി. യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ പുരുഷാര നിമിത്തം പക്ഷേ സക്കായിക്ക് യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. എത്രയോ പുരുഷാരം എപ്പോഴും കർത്താവിന്റെ ചുറ്റുമുണ്ട്. ആ സന്ദർഭത്തിലാണ് സക്കായി യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു വരുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? പുരുഷാര നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. അപ്പൊ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ പുരുഷാരമാണ് യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ സക്കായിക്ക് തടസ്സമായി എന്നുള്ളതാണ്. പക്ഷെ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, പുരുഷാര നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. ആരുടെ കുഴപ്പം കൊണ്ടാണ്? ആരുടെ കുഴപ്പം കൊണ്ടാണ്? സക്കായിയുടെ കുഴപ്പം കൊണ്ടാണ്. ക്രിസ്താന്വേഷണത്തിന്റെ രണ്ടാമത്തെ തലം കുറവുകൾ അംഗീകരിക്കുന്ന മനോഭാവമാണ്. അവനവന്റെ തെറ്റുകൾ, നീ ഒരു പക്ഷെ പ്രമാണിയായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിന്റെ വികലതകളെയും വികല്പങ്ങളെയും നീ തിരിച്ചറിയണം. അവിടെയാണ് നീതീകരണം ഉണ്ടാകുന്നത്. കുറവുകൾ അംഗീകരിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകുന്നിടത്താണ് നീതീകരണം ഉണ്ടാകുന്നത്. അല്ലേ? നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുവാൻ പഠിക്കണം. ദാവീദ് രാജാവ്, വലിയ ചക്രവർത്തി, പാപം ചെയ്തപ്പോൾ 51-ാം സങ്കീർത്തനം നിലവിളിക്കുകയാണ്, എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു. ഈ പാപബോധമുണ്ടാകണം. കുറവുകളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകണം. എന്റെ കുറവുകൾ ഞാൻ അറിയണം. എന്റെ കുറവുകൾ മറ്റുള്ളവരല്ല ചൂണ്ടിക്കാണിക്കണം. അച്ഛൻ കുഴപ്പക്കാരനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. എൻ്റെ കുറവുകൾ ഞാൻ തന്നെ അംഗീകരിക്കണം, കണ്ടുപിടിക്കണം. അവിടെയാണ് എനിക്ക് നീതീകരണം ഉണ്ടാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്, അല്ലേ? ഒരു കുറവ് നിനക്കുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി കർത്താവിന്റെ അടുക്കൽ വന്ന് നിരാശനായി കടന്നുപോയ ഒരു മനുഷ്യന്റെ ചിത്രം വേദോസ്തത്തിൽ വേറെയില്ല, അല്ലേ? വളരെ പ്രതീക്ഷയോടുകൂടി എത്രയോ പേര് കർത്താവിന്റെ അടുക്കൽ വന്നു, വളരെ നിരാശനായി കടന്നുപോയ മനുഷ്യൻ. കാര്യം എന്താ? ഒരു കുറവ് നിനക്കുണ്ട്. എന്തെല്ലാം കുറവായിരിക്കാതെ ആ കുറവുകൾ നികത്തപ്പെടാതെ പോയത് കൊണ്ട്, അംഗീകരിക്കുവാൻ മനസ്സില്ലാഞ്ഞത് കൊണ്ട് അവൻ വളരെ നിരാശനായി തമ്പുരാന്റെ സന്നിധി വിട്ടു പോവുകയാണ്. നീതീകരിക്കപ്പെടണമെങ്കിൽ അവനവന്റെ തെറ്റുകളെ അംഗീകരിക്കുവാൻ പഠിക്കണം. അവനവന്റെ കുറവുകളെ അംഗീകരിക്കുവാൻ പഠിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം തന്നെയുണ്ട്, 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരു മനുഷ്യൻ പ്രമാണി, ഒരു മനുഷ്യൻ സക്കായിയെ പോലെ ചുങ്കക്കാരൻ, പാപികളുടെ സ്ഥാനത്ത് ഗണിക്കപ്പെടുന്നവൻ. 2 പേരും പ്രാർത്ഥിക്കാൻ പോയി. പരീശ പ്രമാണി, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് പോയി. പരീശൻ മതവാട് അടുക്കൽ വന്നിട്ട്, നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കുക, ആരായിരിക്കും ഈ പരീശൻ? നല്ല സ്വർണ്ണജുബായും മാലയൊക്കെ ഇട്ട് കൈയൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി അവൻ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, ഞാൻ നോമ്പ് നോക്കുന്നു, കുറ്റമാണോ? ഉപവസിക്കുന്നു, കുറ്റമാണോ? പ്രാർത്ഥിക്കുന്നു, കുറ്റമാണോ? ദശാംശം കൊടുക്കുന്നു, കുറ്റമാണോ? പക്ഷെ അവൻ നീതീകരിക്കപ്പെടാതെ കടന്നുപോയി. എന്താണ് അവന്റെ കുഴപ്പം? എന്താണ് അവന്റെ കുഴപ്പം? നോമ്പ് നോക്കിയത് കുറ്റമല്ല, പ്രാർത്ഥിച്ചത് കുറ്റമല്ല, നേർച്ച കൊടുത്തത് കുറ്റമല്ല. എന്തുകൊണ്ടാണ് നീതീകരിക്കപ്പെടാഞ്ഞത്? ഒറ്റ കുഴപ്പമേ ഉള്ളൂ. എന്റെ മനസ്സിൽ വരുന്ന ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇതെല്ലാം നല്ല കാര്യമായിരുന്നു, പക്ഷെ അവസാനം തകർത്ത് കളഞ്ഞു, കുളമാക്കി. എന്താണ്? ഒറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചു. എന്താ? ഈ നിൽക്കുന്നവനെ പോലെ അല്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. അവിടെ പോയി നിന്റെ പ്രാർത്ഥന നീതീകരിക്കപ്പെടണോ? നിന്റെ നോമ്പനുഷ്ഠാനങ്ങൾ നീതീകരിക്കപ്പെടണമോ? നിന്റെ നേർച്ച കാഴ്ചകൾ നീതീകരിക്കപ്പെടണമോ? നിന്റെ പെരുന്നാളുകൾ നീതീകരിക്കപ്പെടണമോ? എവിടെയാണ് കുഴപ്പം? മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു, നീതീകരിക്കപ്പെട്ടില്ല. പക്ഷെ ചുങ്കക്കാരനെ കുറിച്ച് വായിക്കുന്നത് എന്താണ്? അവൻ ദൂരെ മാറി നിന്നു. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ധൈര്യമില്ലാതെ മാറത്തടിച്ച് നിലവിളിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. അവിടെ വായിക്കുന്നത് എന്താണ്? അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി.
മുമ്പിൽ നിന്നവൻ പുറകിൽ പോയി, പുറകിൽ നിന്നവൻ മുമ്പിൽ വന്നു. പ്രാർത്ഥനയാൽ നീതീകരിക്കപ്പെടുമ്പോൾ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരൻ ഏറ്റവും മുമ്പിൽ വന്നു. അല്ലേ? പരീശനായ ശീമോന്റെ വീട്ടിൽ വന്ന സ്ത്രീയും അത് തന്നെയാണ്. അവൾ വന്ന് ആദ്യം നിന്നത് എവിടെയാണ്? കർത്താവിന്റെ പുറകിലാണ് നിന്നത്. നീതീകരിക്കപ്പെട്ടപ്പോൾ അവൾ കർത്താവിന്റെ മുമ്പിൽ വന്നു. ശീമോനെ, ഈ സ്ത്രീയെ നീ കാണുന്നുവോ ചോദിക്കുന്നത്. ദൈവം തമ്പുരാൻ നമ്മളെ നീതീകരിക്കണം. അനുതാപം ആരാധനയെ നീതീകരിക്കുന്നു. തീവ്രമായ അനുതാപം പ്രാർത്ഥനകളെ നീതീകരിക്കുന്നു. തീവ്രമായ അനുതാപം ഉണ്ടാകണം. അനുതാപം പ്രാർത്ഥനകളെ നീതീകരിക്കണം. ഞാൻ 10-30 വർഷം കൊണ്ട് വിശുദ്ധ കുർബാന ചെല്ലുന്ന അച്ഛനാണ്. ഞാനങ്ങനെ കരഞ്ഞ് കുർബാന ചെല്ലുന്ന ആളൊന്നുമല്ല. പക്ഷെ അടുത്ത സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞു പോയി. അപ്പം കണ്ടിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചു. ആ പ്രാർത്ഥന പ്രകാരമാണ്: എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധിയുടെ മുമ്പാകെ ഞാൻ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളെ നീ ഓർക്കരുത്. നിന്റെ മഹിമയുടെ മുമ്പാകെ ഞാൻ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളെ ഓർക്കരുത് എന്ന് ഒരു നിമിഷം മനസ്സിരുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. എന്തെല്ലാം അപരാധങ്ങൾ, എന്തെല്ലാം കുറവുകൾ ജീവിതത്തിൽ വരുന്നു. ആരാധന, അനുതാപം ആരാധനയെ നീതീകരിക്കുന്നു. ചുങ്കക്കാരൻ എന്ത് ചെയ്തു? അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ധൈര്യമില്ലാതെ മാറത്തടിച്ച് നിലവിളിച്ചു. എന്താ ഈ മാറത്തടിച്ച് നിലവിളിച്ചു എന്ന് പറഞ്ഞു? കരയുന്നവരാണ് നിങ്ങൾ. കരഞ്ഞിട്ടില്ലാത്തവരാരും തേവലക്കരയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ കരച്ചിലിന് വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? ഒരു കോഴി ചത്താൽ നിങ്ങൾ കരയുമോ? അല്ലെങ്കിൽ 10 രൂപ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കരയുമോ? ഒരു 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാൽ 1 ലക്ഷം നിങ്ങൾ കരയും. ഒരു സ്വർണം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കരയും. മക്കള് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ കരയും. ആ കരച്ചിലിനൊക്കെ തീവ്രത പോരാ, അല്ലേ? ഒരു ദിവസം കരയും, 2 ദിവസം കരയും. ഒരു 10 രൂപ കളഞ്ഞു പോയാൽ നിങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കും, മാറത്തടിച്ച് വിളിക്കും, എൻ്റെ 10 രൂപ പോയെന്ന് പറയും. ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾ ഉറ്റവരോ ഉടയവരോ അകാലത്തിൽ കടന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നെഞ്ചത്തടിച്ച് നിലവിളിക്കും. മരണസമയത്താണ് സത്യത്തിൽ മൃതശരീരമൊക്കെ പള്ളിയിലേക്ക് എടുക്കുമ്പോഴാണ് ഈ മാറത്തടിച്ചുള്ള നിലവിളി ഞാൻ കണ്ടിട്ടുള്ളത്. നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നവരെ കണ്ടിട്ടുള്ളത്. ഏറ്റവും സ്നേഹമുള്ളവർ. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? തീവ്രമായ വേദന. ഈ ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു പാപി ആ പാപത്തിന്റെ തീവ്രതയെക്കുറിച്ച് ദുഃഖിക്കുന്നു. ആ ദുഃഖമാണ് അവനെ നീതീകരിച്ച് തമ്പുരാന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്. കുറവുകളെ അംഗീകരിക്കുന്ന ഒരു ആധ്യാത്മികത ഉണ്ടാകണം. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ആരും ചിന്തിക്കരുത്. എനിക്ക് കുറവുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ നന്മകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ തിന്മകളുണ്ട്. തിന്മകളെയും നന്മകളെയും അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠരായി മാറുന്നത്. തിന്മകളെ നമ്മൾ നന്മകൾ അംഗീകരിച്ച് കൂടുതൽ നന്മ ചെയ്യണം. തിന്മകൾ കണ്ടെത്തി അത് തിരുത്തുവാൻ പഠിക്കണം. സക്കായി തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ അംഗീകരിക്കുവാൻ മനസ്സൊരുക്കം കാണിച്ചു. അവൻ്റെ കുറവുകളെ അവൻ അംഗീകരിച്ചു എന്നുള്ളതാണ് രക്ഷയുടെ സന്തോഷം ജീവിതത്തിലേക്ക് അനുഭവവേദ്യമായി തീരുവാൻ ഇടയാകുന്ന രണ്ടാമത്തെ ചിന്ത. മൂന്നാമത് ചെയ്തു? പുരുഷാര നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. അവൻ നേരെ മുന്നോട്ടോടി. പരാജയപ്പെടുവാൻ മനസ്സില്ല പ്രിയമുള്ളവരെ, പരാജയപ്പെടുവാൻ മനസ്സില്ല. തമ്പുരാനെ കാണുന്ന ഇടങ്ങളിൽ കണ്ടെത്തിയേ മതിയാകുള്ളൂ. അതുകൊണ്ട് തിരിഞ്ഞു പോകുവാൻ അവൻ ആഗ്രഹിച്ചില്ല. വേദപുസ്തകത്തിൽ മനുഷ്യാവതാര സംഭവങ്ങൾ തിരിഞ്ഞുപോയി നശിച്ചുപോയ അനേകം ആളുകളെ കാണുന്നുണ്ട്. യൂദാ ഇരുട്ടിലേക്ക് പോയി, പത്രോസ് മീൻ പിടിക്കാൻ പോയി, ദേമാസ് ലോകത്തിലേക്ക് പോയി. അവരാരും നീതീകരിക്കപ്പെടുകയല്ല, അവരുടെ ജീവിതത്തെ നീതീകരിക്കുന്നില്ല. പിന്തിരിഞ്ഞു പോകുന്ന, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശരിയായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധാപരമായിരിക്കുന്ന ഒരു യാത്ര, ജൈത്രയാത്ര എന്ന് പറയും. പരാജയപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു യാത്രയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കി മുന്നോട്ടാണ് നമ്മുടെ പ്രയാണം, അല്ലേ? എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനോ യേശുവിനെ നോക്കി ഓടുക, യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. ആ യാത്ര മുന്നോട്ടുള്ള യാത്രയാണ്. അതിന് നമ്മളെ സഹായിക്കുവാൻ അനേകം ആളുകളുണ്ട്, അനേകം സാക്ഷികളുണ്ട്.
അന്ത്രയോസ് ബാവ അതിലൊരു കണ്ണിയാണ്. മാറാബോ പിതാവ് അതിൻ്റെ ഒരു കണ്ണിയാണ്. ഈ സാക്ഷികളുടെ സമൂഹത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തികളാണ് ഇവരൊക്കെ. അലൗകികമായ നന്മകൾ അദൃശ്യമായി നമ്മുടെ കൂടെ ഇരുന്ന് ആത്മപ്രേരിതമായ ഒരു യാത്ര നയിക്കുവാൻ ഇവരെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? വിശ്വാസം എന്നത് വാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതിനാണല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസത്താൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവർ, ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകൻ വരെയുള്ള പുണ്യമുള്ള കടന്നുപോയ പിതാക്കന്മാരുടെ ചിത്രം വരച്ചു കാണിച്ചിട്ട് പറയാണ്, സാക്ഷിയുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അന്ത്രയോസ് ബാവ, മാറാബോ നമ്മുടെ ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് സകല പാപവും, മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. ഇവർ ഈ ഓട്ട മത്സരത്തിൽ, ഓട്ട യാത്രയിൽ ഇവരൊക്കെ, പുണ്യമുള്ള പിതാക്കന്മാരൊക്കെ നമ്മുടെ പ്രേരക ശക്തികളാണ്. നമ്മുടെ പിമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ ക്രിസ്തുവിലേക്ക് തള്ളിവിടുന്ന, ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പ്രേരക ശക്തികളാണ് പുണ്യമുള്ള പിതാക്കന്മാർ. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. ഓർക്കുക, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. 11-ാമത്തെ വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. തമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, പിമ്പിലുള്ളത് മറക്കുകയാണ് ഞാൻ, ഓർത്ത് ചിരിക്കുവാനും ഓർത്ത് സന്തോഷിക്കുവാനും. ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കിയാൽ സങ്കടത്തിന്റെ വഴികളല്ല, ഒരുപാട് സന്തോഷിച്ച വഴികളാണ്. പക്ഷേ ആ സന്തോഷത്തിന്റെ വഴികളിലൊക്കെ ക്രിസ്തു നിമിത്തം ദമസ്കോസിന്റെ പടിവാതിക്കൽ പിടിക്കപ്പെട്ടപ്പോൾ അവിടെ ഉപേക്ഷിച്ചു. അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തു നിമിത്തം സകലതും ചപ്പ് ചവറന്ന് എണ്ണിക്കൊണ്ട്, ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട് മുമ്പിലേക്ക് ഓടുകയാണ്. ക്രിസ്തുവേശുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. തമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു. ഈ ഓട്ടം എവിടെ ചെന്ന് നിന്നു? തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്റെ കർത്താവ്. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവർക്ക് എല്ലാവർക്കും, എല്ലാ വിശുദ്ധന്മാരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്കും ഈ പ്രത്യാശയുടെ കിരീടമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം അതാണ്. യാത്ര മുന്നോട്ടാണ്. പരാജയപ്പെടുവാൻ മനസ്സില്ലാത്തവനായിരുന്നു സക്കായി. ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിയും ക്രിസ്തു മാർഗത്തിൽ നിന്ന് തടയുവാൻ കാരണമാകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവൻ നേരെ മുന്നോട്ട് ഓടി. പരാജയപ്പെടുവാൻ, തോറ്റു പിന്മാറുവാൻ മനസ്സില്ലാത്ത ഒരു ജീവിതം. ബോക്സിംഗ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബോക്സിംഗ്, രണ്ട് ആളുകൾ തമ്മിൽ, എന്തായാലും വിശദീകരിക്കാൻ അറിയില്ല, ഇടിച്ച് ജയിക്കുന്ന സംഭവമാണ് അല്ലേ? ഇടി കൂടി ജയിക്കുന്ന സംഭവം ബോക്സിംഗ്. ഈ ബോക്സിംഗ് നടക്കുമ്പോൾ എതിരാളി ഇടി കൊണ്ട് താഴെ വീഴും. താഴെ വീഴുന്നതാണോ പരാജയം? ആണോ? ഒരുത്തനെ ഇടിച്ച് താഴെ ഇടും, മുറിവേൽക്കും, ചോരയൊലിക്കും. ആ താഴെ വീഴുന്നതാണോ പറയാം? ഒരിക്കലുമല്ല. താഴെ വീഴുന്നതല്ല പരാജയം, മറിച്ച് 1, 2 എണ്ണം അല്ലേ? ഇത്ര സംഖ്യ വരെ എണ്ണം. ആ എണ്ണുന്നതിനിടയ്ക്ക് എഴുന്നേറ്റില്ലെങ്കിൽ അതാണ് വീഴ്ച, അതാണ് പരാജയം. നമ്മളൊക്കെ വീഴുന്നവരാണ് അല്ലേ? നമ്മളൊക്കെ എപ്പോഴും വീഴുന്നവരാണ്. ഒരു പ്രാവശ്യം വീണിട്ടുണ്ട്, 2 പ്രാവശ്യം വീണിട്ടുണ്ട് അല്ലേ? ആ വീഴ്ച എന്ന് പറയുന്നത് തന്നെ ഒരു ചമ്മലാണ്. 2 പേര് വഴി നടന്നാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ മനോഭാവം എന്തായിരിക്കും? എന്തോ ഒരു സന്തോഷമായിരിക്കും അല്ലേ? വീഴുന്നവന്റെ താല്പര്യം ദൈവമേ അവനെയും കൂടെ തള്ളിയിടണേ എന്നുള്ളതായിരിക്കും. അപ്പൊ വീഴ്ചകൾ മനുഷ്യ സഹജമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വീണു, നമ്മൾ എഴുന്നേറ്റു, പിന്നെയും വീണു, പിന്നെ എഴുന്നേറ്റു, പിന്നെ വിചാരിക്കുകയാണ് ഇനി ഒരിക്കലും വീഴണ്ടെന്ന് വിചാരിച്ച് അവിടെ കിടക്കുമോ? ഇല്ല, നമ്മൾ എഴുന്നേക്കും, പൂർവാധീന ശക്തി പ്രാപിച്ച് എഴുന്നേക്കും. പരാജയപ്പെടുവാൻ മനസ്സില്ല, തോറ്റ് വീട് പോകുന്നതല്ല, എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്നതാണ് ജീവിതത്തിന്റെ പരാജയം. എവിടെ നിന്നാലും നീ എഴുന്നേൽക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്, ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, സന്തോഷം തരുന്ന, സമാധാനം തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. കൊടും പാപിയായിരുന്നാലും നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നുള്ള സുന്ദരമായ ഒരു ശബ്ദം കേൾക്കുവാനുള്ള അവസരമുണ്ട്. തീവ്രമായ അനുതാപവും പരാജയപ്പെടുവാൻ മനസ്സില്ലാത്ത ഒരു ജീവിത അനുഭവം ഉണ്ടാകണം പ്രിയമുള്ളവരെ. പരാജയപ്പെടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവൻ മുന്നോട്ടോടി. വിശുദ്ധ പിതാക്കന്മാരൊക്കെ ഈ യാത്ര തിരിഞ്ഞു നോക്കാതെ, പരാജയപ്പെടാതെ
മുന്നോട്ടോടി ലക്ഷ്യസ്ഥാനത്തിലെത്തി നീതിയുടെ കിരീടം പ്രാപിച്ചവരാണ്. അവരുടെ പ്രത്യക്ഷതയിലേക്കാണ് നമ്മളും യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്രയാണ് പെരുന്നാളിൻ്റെ യഥാർത്ഥമായ സന്ദേശം എന്നുള്ളതും ഓർക്കുക. അടുത്തതായിട്ട് എന്ത് ചെയ്തു? ഇവൻ പരാജയപ്പെടുവാൻ മനസ്സില്ല. മൂന്നാമത്തെ ചിന്ത. നാലാമത്, അവൻ നേരെ മുന്നോട്ടോടി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാട്ടത്തീയിൽ കയറിയിരുന്നു. സാധാരണ പറയാറുണ്ട്, ആളിൽ കുറിയവര് അവർക്ക് ഭയങ്കര ബുദ്ധിയാന്ന് പറയുന്നത്, അല്ലേ? നീളം കുറഞ്ഞവർക്ക് ബുദ്ധി കൂടുതലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാനാണ് സക്കായി. എന്താണ് സക്കായിയുടെ ബുദ്ധി? ഇവൻ നേരെ മുന്നോട്ടോടി ഒരു കാട്ടത്തീ കയറിയത്, അതാണ് ബുദ്ധി. ഇത്ര മണ്ടൻ, ഒരു കാട്ടത്തീ കയറിയത്. പ്രിയമുള്ളവരെ, അവിടെ അടിക്കെഴുതിയിരിക്കുന്നത് എന്താണ്? അതിലെയായിരുന്നു നമ്മുടെ കർത്താവിന് കടന്നു പോകേണ്ടിയിരുന്നത്. അതുവഴിയായിരുന്നു എൻ്റെ കർത്താവിന് കടന്നു പോകേണ്ടിയിരുന്നത്. ഈ കാട്ടത്തീ കയറി എന്നതല്ല പ്രത്യേകത, മറിച്ച് ക്രിസ്തുവിന്റെ വഴി തിരിച്ചറിഞ്ഞു. അതാണ് സക്കായിയുടെ ബുദ്ധി. യെരിഹോവിന്റെ വഴിത്താറിയിരുന്ന കുരുടൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുരുഷാരം അവനെ ശാസിച്ചു, പ്രതിസന്ധി ഉണ്ടാക്കി. അവൻ ഉറക്കെ നിലവിളിച്ചു. തമ്പുരാൻ അവിടെ നിന്നു. അവർ ഓടിച്ചെന്ന് പറയാണ്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്റെ കർത്താവ് നിന്നെ വിളിക്കുന്നു. നിനക്ക് എന്ത് വേണം? തമ്പുരാൻ എനിക്ക് കാഴ്ച ലഭിക്കണം. അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയെ കർത്താവിനെ അനുഗമിച്ചു എന്നാണ് വായിക്കുന്നത്. യെരിഹോവിന്റെ വഴിത്താര, ക്രിസ്തുവിന്റെ വഴിത്താരയിൽ ഇരിക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് തിരിച്ചറിയുന്ന ബുദ്ധി. തമ്പുരാന്റെ വഴി തിരിച്ചറിഞ്ഞു. അത് മാത്രമല്ല, യേശുവല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാട്ടത്തിയുടെ മുകളിൽ നോക്കുമായിരുന്നില്ല. ക്രിസ്തുവിന്റെ നന്മ. തമ്പുരാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ അത് എവിടെയും കാണും. പാപി എവിടെ ഇരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. അവനെ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവന്റെ മനം തിരിവിനായി. അതാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. പാപി നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ തിരിച്ചു വരവിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. മുടിയനായ പുത്രന്റെ ഉപമയിലും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. തിരിച്ചു വരവിന് വേണ്ടി, നഷ്ടപ്പെടുന്നവന്റെ തിരിച്ചു വരവിന് വേണ്ടി എവിടെയും അവനെ കണ്ടെത്തുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം. തമ്പുരാന്റെ വഴി തിരിച്ചറിഞ്ഞു, തമ്പുരാന്റെ നന്മ തിരിച്ചറിഞ്ഞു. വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. യോഹന്നാൻ സ്നാപകന്റെ രക്തസാക്ഷ്യത്തിന്റെ പെരുന്നാളൊക്കെ നമ്മൾ ആചരിച്ചു. യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിന്റെ വഴി ഒരുക്കിക്കൊണ്ട് നടന്നവരാണ്. യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത, ഒരുപക്ഷെ അപ്പോസ്തലന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം യോഹന്നാൻ സ്നാപകൻ സഭയിലുണ്ട്. ആ തിരിച്ചറിവ് നമുക്കില്ല. കാരണം എന്താ? നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസമൊക്കെ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ആഘോഷിക്കേണ്ട പെരുന്നാളാണ് യോഹന്നാൻ സ്നാപകന്റെ പെരുന്നാൾ. കാരണം എന്താണ്? കർത്താവിന് മുമ്പേ നടന്ന് അവന്റെ വഴി തിരിച്ചറിഞ്ഞ് ആ വഴിയൊരുക്കിക്കൊണ്ട് നടന്നു. നമ്മളൊന്നും വലിയ കേമന്മാരൊന്നുമല്ല. തമ്പുരാൻ കാണിച്ചെന്ന വഴിയിൽ ഒക്കെങ്കിൽ നമ്മൾ ഒരുമാതിരി പരുവത്തിലൊക്കെ അങ്ങ് പോകുന്നേ ഉള്ളൂ. പക്ഷെ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ ആ വഴികളിൽ കൂടെ യാത്ര ചെയ്തു. യോഹന്നാൻ സ്നാപകൻ ആ വഴിക്ക് മുമ്പേ യാത്ര ചെയ്തു. അതാണ് ശ്രേഷ്ഠത. ക്രിസ്തുവിന്റെ വഴി തിരിച്ചറിയുന്നവർ വിശുദ്ധന്മാരുടെ പ്രത്യേകതയാണ്. ആ വഴികളിൽ കൂടി നടക്കുന്നവർ. യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷനാർ, 25-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. സക്കായി ഭക്തനായി മാറുകയാണ്. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുത്തു. ആ വഴി തിരിച്ചറിഞ്ഞ് അവിടെ ഇരുന്നു. കാട്ടത്തിയുടെ മുകളിൽ നന്മ കണ്ടെത്തുന്ന കർത്താവിന്റെ സ്വഭാവത്തെ അവൻ തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിന്റെ വഴിയും ക്രിസ്തുവിന്റെ നന്മയും തിരിച്ചറിയുന്നവൻ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും രക്ഷയുടെ മഹാസന്തോഷത്തിന്റെ അനുഭവക്കാരനായി മാറും. ക്രിസ്തുവിന്റെ വഴി തിരിച്ചറിയുന്ന ബുദ്ധിപരമായ ഒരു അനുഭവമാണ് സക്കായുടെ ജീവിതത്തിന്റെ 4ാമത്തെ മാറ്റം. 5-ാമതായി, ക്രിസ്തു അതുവഴി വന്നു. യേശു തമ്പുരാൻ അതുവഴി വന്നു. അത്തിയുടെ ചുവട്ടിൽ വന്നിട്ട് കർത്താവ് എന്താ ചെയ്തത്? മുകളിലേക്ക് നോക്കി. മുകളിൽ ഇരുന്നു കൊണ്ട് സക്കായി താഴേക്ക് നോക്കി. ഭാഗ്യവാനായിട്ട് മാറുക. ഈ ബുദ്ധിമാനായ മനുഷ്യൻ, ഭക്തനായി മാറിയ മനുഷ്യൻ അടുത്ത ചുവടുമാറ്റം എന്താണ്? ക്രിസ്തുവിൽ ഭാഗ്യവാനായി മാറുന്നു. എന്താ ഈ ഭാഗ്യം? എന്തോ ഭാഗ്യവാനായിരുന്നവൻ. എത്ര പ്രമാണി, എത്ര ധനികൻ, എത്ര ആരാധകർ, എത്ര സുഖ സൗകര്യങ്ങൾ, എത്ര ഭാഗ്യവാനായിരുന്നു. പക്ഷെ ആ ഭാഗ്യം കണ്ടാലും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല. തമ്പുരാന്റെ നോട്ടം, തമ്പുരാന്റെ കാഴ്ച ജീവിതത്തിൽ വല്ലാത്തൊരു ഭാഗ്യാവസ്ഥയിലേക്ക് മാറുകയാണ്.
ക്രിസ്തുവിന്റെ കൃപയ്ക്ക് കടാക്ഷമായി തീരുന്നവരാണ് ഭാഗ്യവാന്മാർ. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കണ്ടാലും സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. തമ്പുരാന് നോട്ടം കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അത്തിയുടെ ചുവട്ടിൽ വന്നു നിന്നുകൊണ്ട് കർത്താവ് മുകളിലേക്ക് നോക്കി. മുകളിലിരിക്കുന്ന സക്കായി താഴേക്ക് നോക്കി. എന്ത് സംഭവിച്ചു കാണും? എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങൾ സങ്കല്പിച്ച് നോക്കിക്കേ. നിങ്ങൾ അത്തിയുടെ ബോട്ടിലിരിക്കുകയാണ്, മുകളിലിരിക്കുകയാണ്. കർത്താവ് ഒന്ന് താഴെ നിൽക്കുന്നു. കർത്താവ് താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി. മുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ താഴേക്ക് നോക്കി. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ കണ്ണുകളും തമ്പുരാന്റെ കണ്ണുകളും കൂട്ടിമുട്ടും. ക്രിസ്തുവിന്റെ കണ്ണുകളും മനുഷ്യന്റെ കണ്ണുകളും എവിടെ കൂട്ടിമുട്ടുന്നുവോ അവിടെ ആരാധനയുടെ വിസ്ഫോടനങ്ങൾ ഉണ്ടാകും, പരിവർത്തനത്തിന്റെ വിസ്ഫോടനങ്ങൾ. ഇത്രയും നാള് പ്രാർത്ഥിച്ചു, കർത്താവെ ഉയരങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം? യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ പ്രത്യേകത എന്താ? 113 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ ഉയരത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ കാണേണ്ടതിന് കുനിഞ്ഞു നോക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുന്ന കർത്താവ്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഉയരത്തിൽ വസിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് തമ്പുരാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മേളോട്ട് നോക്കിയാ പോരാ. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന്? എൻ്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ അതിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്തേക്കും കാത്തുകൊള്ളും. ശുഭകരമായ ജീവിതയാത്രയാണ്. എവിടെ? സ്വർഗത്തിന് തമ്പുരാൻ എന്നെ നോക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അവനെ നോക്കി. എൻ്റെ കണ്ണുകളും തമ്പുരാന്റെ കണ്ണുകളും കൂട്ടിമുട്ടുന്ന ഇടത്ത് ആരാധനയുടെ വിസ്ഫോടനങ്ങൾ ഉണ്ടാകും. അതാണ്. പക്ഷെ ഇതെന്താ സംഭവിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ 14 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനക്കാരൻ കരയുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ദൈവത്തെ നോക്കി ജീവിക്കുന്ന മനുഷ്യരില്ല. 2 തരം മനുഷ്യർ ഭൂമിയിലുണ്ട്. ഒന്ന്, ദൈവം നോക്കി നടത്തുന്ന മനുഷ്യരുണ്ട്. 2, ദൈവത്തെ നോക്കി നടക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? 2 തരം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. ഒന്ന്, ദൈവം നോക്കി നടത്തുന്ന മനുഷ്യർ. അതാരാണ്? സി ഡി രാജന്, ടോണച്ചന്, നിഖിലച്ചന്, ഇവിടുത്തെ ട്രസ്റ്റി, സെക്രട്ടറി, ബാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്ത്രീ സമാജത്തിന്റെ സഹോദരിമാര്, യൂത്തിന്റെ കുഞ്ഞുങ്ങൾ, എല്ലാവരും ദൈവം നോക്കി നടത്തുന്ന. വലിയ മെറിട്ടൊന്നും ഇല്ല, പക്ഷെ വീഴാതെ കൃപ കൊണ്ട് ദൈവം ഓരോ ദിവസം ഇങ്ങനെ വഴി നടത്തി പോകുന്നു. ദൈവം നോക്കി നടത്തുന്ന ഒരു പുണ്യം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത. അടുത്ത കൂട്ടരാരാണ്? ദൈവത്തെ നോക്കി നടക്കുന്ന മനുഷ്യൻ. അതാരാണ്? ദൈവത്തെ നോക്കി നടക്കുന്ന മനുഷ്യൻ. പരമത്തിന്മയുടെ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു ഓറയുണ്ട്, പ്രകാശിത വലയമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയ്ക്ക് ചുറ്റും, രൂപത്തിന് ചുറ്റും ഒരു പ്രകാശിത വലയമുണ്ട്, ഓറ. എന്താണത്? അൺക്രിയേറ്റഡ് ലൈറ്റ് ആണ്, ക്രിസ്തുവിന്റെ പ്രകാശമാണ്. ഈ പ്രകാശം എവിടെ നിന്ന് കിട്ടിയതാണ്? അവങ്കിലേക്ക് നോക്കിയവർ ആര് പറഞ്ഞു? 37-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നമ്മുടെ മുഖത്ത് ടോർച്ചടിച്ചാൽ പോലെ വെട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ മുഖമൊക്കെ സാത്താൻ ചപ്പിയതുപോലെ ഇരിക്കുന്നത് അല്ലേ? വിഷമവും അസൂയയും കരിവാളിപ്പും കുശുമ്പും എന്തുമാത്രം കറുപ്പായിരിക്കും. അത് മാറ്റാൻ കുറച്ച് പൗഡർ ഇടും, ഫേഷ്യലും ചെയ്യും അല്ലേ? അതാണ് നമ്മുടെ വെട്ടം. അത്രയേ ഉള്ളൂ. ഒന്ന് വെയിലടിച്ചാൽ പോകുന്ന, അല്ലെങ്കിൽ കഴുകിക്കളഞ്ഞാൽ പോകുന്ന വെട്ടം. പക്ഷെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അൺക്രിയേറ്റഡ് ലൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവങ്കലേക്ക് നോക്കി. ആ പ്രകാശം എന്ന് പറയാൻ എന്താണ്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ക്യാൻസറിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പ്രകാശരശ്മിയാണ്. അത്ര തീവ്രമാണ്. അതുകൊണ്ടാണ് പരമത്തിന്മയുടെ ഖബറിൽ നിന്ന് രോഗശമനം കിട്ടുന്നത്, ആബോ പിതാവിന്റെ ഖബറിൽ നിന്ന് സൗഖ്യം കിട്ടുന്നത്. കാരണം എന്താണ്? അവരുടെ പ്രകാശം എന്ന് പറയുന്നത് രോഗത്തെ പോലും കൊല്ലുവാൻ പര്യാപ്തമായ ശ്രേഷ്ഠമായ ഊർജമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം
ലജ്ജിച്ചു പോയില്ല. മുഖപ്രസന്നതയോടെ പ്രകാശിതരായി വിശുദ്ധന്മാരായി തീരുവാൻ ഓരോ പെരുന്നാളും ഓരോ വചന ശുശ്രൂഷയും ഇടയാകണം. പ്രിയമുള്ളവരെ, സക്കായി തമ്പുരാനെ നോക്കി പ്രകാശിതരായി. ആ പ്രകാശിതമാണ് ഭാഗ്യാവസ്ഥ. ക്രിസ്തുവിനെ കാണുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ക്രിസ്തു കാണുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. തമ്പുരാനെ നോക്കി പ്രകാശിതനായി ക്രിസ്തുവിന്റെ കൃപ പ്രാപിച്ചു. ആ കൃപ അവനെ ഭാഗ്യവാനാക്കി മാറ്റുകയാണ്. അവന്റെ മെറിറ്റ് ഒന്നുമല്ല, പക്ഷേ ശരിയായിരിക്കുന്ന ഒരു താല്പര്യം ജീവിതത്തിൽ ഉണ്ടായി, അല്ലേ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവകൃപ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക്, ദൈവദർശനത്തിലൂടെ ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഭാഗ്യവാനായി മാറുകയാണ് സക്കായി. ഉടനെ അവൻ പേര് ചൊല്ലി വിളിക്കപ്പെടുന്നു. വല്ലാതെ ഷോക്കായി പോയി, അല്ലേ? സക്കായി യേശുവിനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല. യേശു ആരാണെന്ന് അവനറിയാം, സക്കായി ആരാണെന്ന് യേശുവിന് അറിഞ്ഞുകൂടാ. പക്ഷേ അടുക്കൽ വന്ന് മേലോട്ട് നോക്കി അവനെ വിളിക്കുകയാണ്. സക്കായി, പേർ ചൊല്ലി വിളിച്ചു അവനെ, അല്ലേ? നീ എന്റെ പ്രിയപ്പെട്ടവനാണ്. യാക്കോബേ, പുഴുവായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ, നീ എനിക്കുള്ളവനാണ്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. തമ്പുരാൻ പേർ ചൊല്ലി വിളിച്ചു, അവന്റെ വകയാക്കി മാറ്റി. നോട്ടം കൊണ്ട് അവനെ അനുഗ്രഹിച്ചു, പ്രകാശിതനാക്കി. അവന് പേർ ചൊല്ലി വിളിച്ച് തന്റെ വകയാക്കി മാറ്റുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചു. നിനക്കത് വേണം. ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവം പേർ ചൊല്ലി വിളിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ വകയായിട്ട് മാറും, അല്ലേ? അനേകർ ദൈവം പേർ ചൊല്ലി വിളിച്ചവരെല്ലാം ദൈവത്തിന്റെ വകയാണ്. ഈ പേർ ചൊല്ലി വിളിച്ചിട്ട് ഒരു കാര്യം അവനോട് ആവശ്യപ്പെടുന്നു. ദൈവം പേർ ചൊല്ലി വിളിച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്താ പറഞ്ഞത്? സക്കായി, വേഗം ഇറങ്ങി വരിക. സക്കായി, വേഗം ഇറങ്ങി വരിക. അവൻ വേഗം ഇറങ്ങി വന്നു. ഒരിക്കലും മരത്തിൽ കയറിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയോ മരത്തിൽ കയറി. കർത്താവിനെ വിളിച്ചപ്പോഴത്തേക്ക് എത്രമാത്രം സ്പീഡിൽ കയറിയോ അതിനേക്കാൾ സ്പീഡിൽ അവൻ തിരിച്ച് ഇറങ്ങി വന്നു. അവന്റെ ധൃതി, ക്രിസ്തുവിനെ കിട്ടിയ സന്തോഷത്തിന്റെ ധൃതി. മുൻവിധികളില്ലാതെ, എന്തിനാ കർത്താവെ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചില്ല. മുൻവിധികളില്ലാതെ പേർ ചൊല്ലി അവരെ വിളിച്ചപ്പോൾ അവൻ സന്തോഷത്തോടെ അനുസരിക്കുകയാണ്. മുൻവിധികളില്ലാത്ത അനുസരണമാണ് ഇവനെ അബ്രഹാമിന്റെ മകനാക്കി മാറ്റിയത്, അല്ലേ? മുൻവിധികളില്ലാത്ത അനുസരണമാണ്, വിധേയത്വമാണ് ദൈവത്തോട് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഭക്തന്മാർ അങ്ങനെയാ, മുൻവിധികളില്ലാതെയാണ് അവർ നാഥനെ അനുസരിച്ചത്. മുൻവിധികളില്ലാതെയാണ് അബ്രഹാം ദൈവത്തെ അനുസരിച്ചത്. നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന മകനെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കുക. കൈ വിറച്ചില്ല, പതറിപ്പോയില്ല, അല്ലേ? ഒന്നും ചെയ്തില്ല. സന്തോഷത്തോടെ ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോകുന്ന അബ്രഹാമിന്റെ ചിത്രം നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കണം, അല്ലേ? ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ കൽദയുടെ ഊരിൽ നിന്ന് വിളിച്ചു ഇറക്കി. നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചു. മുൻവിധികളില്ലാതെ ദൈവത്തെ അനുസരിച്ചപ്പോൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. മുൻവിധികളില്ലാതെ ക്രിസ്തുവിനെ അനുസരിച്ചപ്പോൾ സക്കായി അബ്രഹാമിന്റെ മകനായി മാറുന്നു. വിധേയത്വം. ദൈവത്തെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നിന്നെ ദൈവം പേർ ചൊല്ലി വിളിക്കുമ്പോൾ നിന്നിൽ നിന്ന് ഈ വിധേയത്വം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലേ? അബ്രഹാമിനെ വിളിക്കുമ്പോൾ അടിയനിത, ശമൂവേൽമാനെ വിളിക്കുമ്പോൾ അടിയനിത, കന്യകമറിയാമിനെ വിളിക്കുമ്പോൾ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ബിഹോൾഡ് ഐ ആം യുവർ ഹാൻഡ്മെയ്ഡ്, ഇതാ നിന്റെ ദാസി. ഈ ഒരു വിധേയത്വം തമ്പുരാന്റെ വകയായി മാറുമ്പോൾ മുൻവിധികളില്ലാതെ അവർ വിധേയപ്പെടുന്ന, സമർപ്പിക്കുന്ന അനുസരണത്തിന്റെ ഒരു തലം. ക്രിസ്തുവിന്റെ ഭാവമാണത്. ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നുവെന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് അബ്രഹാമിന്റെ മകനാകിയാണ് സക്കായി. 7-ാമതായി സക്കായി കാണുന്നത് എന്താണ്? അവൻ വേഗം ഇറങ്ങി വന്നു. കർത്താവിനോട് പറഞ്ഞു, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്ന പറഞ്ഞു. എത്ര സന്തോഷത്തോടെയാണ് സക്കായി യേശുവുമായിട്ട് യാത്ര ചെയ്യുന്നത്. പക്ഷേ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. എന്താ പ്രതിസന്ധി? അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കൂട്ടം, ക്രിസ്തുവിനോട് എപ്പോഴും ഉള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നു, പുരുഷാരം ഇപ്രകാരം പറഞ്ഞു. എന്താണ്? ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ പോയി താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ പോയി താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. വിമർശിക്കപ്പെട്ടു സക്കായി. കർത്താവ് പാപിയാണെന്നല്ല അവർ പറയുന്നത്. അവർ കർത്താവിനോട് പറയുകയാണ്, മനോഗതം പറയാണ്, ഇവൻ എന്തൊരു മനുഷ്യൻ, ഇതുവരെ ചുങ്കക്കാരൻ, അതേപോലെ തെറ്റായ വഴികൾ ജീവിച്ച പാപിയുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നവൻ,
ക്രിസ്തു ആരാണ്? ദൈവമാണ്. ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ പോയി താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് യാത്ര തുടരുന്ന ഭക്തൻ, വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് യാത്ര തുടരുന്ന മനുഷ്യൻ. എന്താ വിമർശനം? അവർ പറഞ്ഞെന്താണ്? കർത്താവേ, നീ പാപിയാണെന്നല്ല പറഞ്ഞത്. ഹി ഈസ് ദ മാൻ ഹു ഈസ് എ സിന്നർ. കർത്താവ്, യവൻ പാപിയാണ്, യവനോട് സഹവസിക്കരുത്. നമ്മുടെയൊക്കെ ചില നടപടിക്രമങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. മറ്റുള്ളവരൊക്കെ പാപത്തിന്റെ പട്ടിക നിർത്തി അകറ്റി നിർത്തുന്നു. ഇവൻ പാപിയാണ് കർത്താവ്. വിമർശനങ്ങളെ അവൻ അവഗണിച്ചു. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ? വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകത്തോട് ഇറങ്ങിയതാണ്. ആരെങ്കിലും ഒരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തോട് താത്ത് വെച്ചിട്ടുണ്ട്, വർത്താനം പറയാതെ തിരിച്ചു പോകാൻ പറ്റുമോ? നമുക്ക് പള്ളി വരാൻ പറ്റൂ? ഇല്ലെങ്കിൽ പറയും ആ പള്ളി പോവാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തരാമെന്നുള്ളതാണ്. വിമർശനങ്ങളെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലോകം ആക്ഷേപിക്കുന്നു, ലോകം പരിഹസിക്കുന്നു, ലോകം വിരൽ ചുണ്ടുന്നു, ലോകം കുറ്റപ്പെടുത്തുന്നു. ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്? വിമർശനങ്ങളെ അവഗണിച്ചവൻ ഈ ലോക ചേർന്നുപാട് ഈ ലോകാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി യേശു എൻ പക്ഷമായി. എന്തോരാനന്ദമീ ഭൂവിൽ വാസം, എന്തോ മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ വഴിയിൽ. അധിക്ഷേപങ്ങളെ അവഗണിച്ച് വിമർശനങ്ങളെ അതിജീവിച്ച് സന്തോഷത്തോടെ യേശുവിന്റെ പിന്നാലെ പോകുന്ന ഒരു യാത്ര സഹോദരന്മാരുടെയൊക്കെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. ലോകം അവരെ പീഡിപ്പിച്ചു, കൊന്നു. പക്ഷെ ക്രിസ്തു മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കർത്താവിനെ കിട്ടിയ സന്തോഷത്തിൽ അവർ യാത്ര തുടർന്നു. വിമർശനങ്ങളെ അവഗണിക്കുന്ന ഭക്തന്മാരുടെ ജീവിത രീതി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ അവസാനിപ്പിക്കാം. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേ, എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ വിറ്റുകൊടുക്കുന്നു. അന്യായമായി വാങ്ങിയിട്ടുള്ളത് 1/4 ഇരട്ടി വീതം തിരിച്ചു കൊടുക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. നീതീകരിക്കപ്പെടുകയാണ് മനുഷ്യൻ. തമ്പുരാനാ നീതീകരിക്കപ്പെടുന്നു. എപ്പോഴാണ് നീതീകരണം സംഭവിക്കുന്നത്? തീരുമാനങ്ങൾ എടുത്തപ്പോൾ. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷം, ആ നിമിഷം നമുക്ക് സന്തോഷം കിട്ടും. ആ നിമിഷം ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകും. ഇവൻ അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് നീ എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുക? ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. എവിടെയാണ് തീരുമാനമെടുക്കുന്നത്? ആ നിമിഷം മുതൽ നീ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. യാതൊരു മാറ്റമില്ല. ഇവൻ അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്താണ്? അതുവരെ അനീതിയുടെ മാർഗങ്ങൾ ജീവിതത്തിന്റെ വിജയമായി കണ്ടെത്തിയവൻ, അൺജസ്റ്റ് ആയിട്ടുള്ള മാർഗങ്ങൾ നീതിമാർഗമായി സന്തോഷമായി കണ്ടെത്തിയവൻ അനീതിയുടെ വഴികളൊക്കെ വിടുകയാണ്. നീതി മാർഗത്തിലേക്ക് തിരികുകയാണ്. ഭക്തന്മാരുടെ മാർഗത്തിലേക്ക് തിരികുകയാണ്. നീതിമാന്മാരുടെ മാർഗത്തിലേക്ക് തിരികുകയാണ്. എന്താണ് നീതിമാർഗം? ഇന്ന് വായിച്ചു കേട്ട ഏവൻഗേലിയോൻ, പുഴുവൻ തുരുമ്പ് ഭരിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ ഉണ്ടാക്കരുത്. പുഴുവൻ തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ കരുതിക്കൊള്ളുവിൻ. അതിനുവേണ്ടി നിങ്ങൾ ജാഗ്രതയോടെ, ബുദ്ധിയുള്ള കാര്യവിചാരകന്മാരായി ജാഗ്രതയോടെ പെരുമാറുവിൻ. ഇന്നത്തെ ഏവൻഗേലിയോൻ അതാണ്. ഇവൻ നീതീകരിക്കപ്പെടുകയാണ്. കാരണം എന്താണ്? വിറ്റുകൊടുക്കുന്നു. എന്റെ വസ്തുക്കളിൽ പകുതി വിറ്റുകൊടുക്കുന്നു. അന്യായമായി വാങ്ങിച്ചിട്ടുള്ളത് 1/4 ഇരട്ടി എത്ര ത്യാഗമാണ് ചെയ്യുന്നത്! തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കും. മുന്നോട്ട് പോയതാണ് കുഴപ്പം. വിറ്റുകൊടുക്കുകയാണ്. 1 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 എങ്ങനെ തിരിച്ചു കൊടുക്കും? വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. 1 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ, മുതല് വിറ്റും അന്യായമായി വാങ്ങിച്ചിട്ടുള്ളത് തിരിച്ചു കൊടുത്തപ്പോഴാണ് ഒരു സന്തോഷം. കട്ടും കവർന്നും കളഞ്ഞു കിട്ടിയതും ഒക്കെ പോക്കറ്റിൽ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വല്ലാത്ത കുറ്റബോധവും തോന്നും. പിന്നെ അത് രോഗമാവും, അസ്വസ്ഥത ഉണ്ടാകും, എല്ലാ സമാധാനം പോകും. അതുകൊണ്ട് വിറ്റുകൊടുക്കുന്നിടത്തൊരു സന്തോഷമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കൽദയുടെ ഊരിൽ നിന്ന് വിളിച്ചു. എല്ലാം വിട്ടിറങ്ങി തിരിച്ചു. ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, ഐ വിൽ ബ്ലസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യാത്ര മുഴുവൻ അനുഗ്രഹമായി മാറി. കൂടെ ഒരാളെ കൂടെ കൂട്ടി. ആരാണ്?
സഹോദരപുത്രനായിരിക്കുന്ന ലോത്തിനെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സമ്പാദ്യങ്ങൾ ദൈവം കൊടുത്തു, ഒരുപാട് കൃപകൾ കൊടുത്തു. പതിവ് പോലെ, സാധാരണ പോലെ വഴക്കുണ്ടായി. സമ്പാദ്യം വർദ്ധിക്കുന്നിടത്ത്, പണം കൂടുന്നിടത്ത് സ്വാഭാവികമാണ് വഴക്കുണ്ടായി. അബ്രഹാം മഹാമനസ്കനാണ്. ലോത്തിനെ വിളിച്ച് പറഞ്ഞു, ഇനി നമ്മുടെ ദാസന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു, അതുകൊണ്ട് നമുക്ക് പിരിക്കാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം. എത്ര സന്തോഷത്തോടെയാണ് ലോത്ത് ഇത് സ്വീകരിച്ചത്. ഒരുപക്ഷെ കുറേ നാൾ കൊണ്ട് ഇത് കേൾക്കാൻ വേണ്ടി അവൻ കാത്തിരുന്നെന്ന് വിചാരിക്കാം. ഭാര്യ പോലും അതിനുവേണ്ടി ഇങ്ങനെ പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കാം, അല്ലേ? ലോത്ത് വളരെ നാളുകളായി ആഗ്രഹിച്ചൊരു കാര്യമാണ് വീതം വെക്കാം. ചിലരുടെയൊക്കെ മുഖത്ത് സന്തോഷം വരുന്നുണ്ട്. വീതം വെക്കാം, അല്ലേ? നമുക്ക് പിരിയാം. എത്ര സന്തോഷമാണ്. ഭാര്യമാർ അതിൻ്റെ ഒരു പ്രധാന കണ്ണിയാണ്. വീതം വെച്ചു. എന്താ അബ്രഹാം പറഞ്ഞത്? നീ ഇടത്തോട്ടെങ്കിൽ കേട്ട മാതിരിയിൽ, കേട്ട മാത്രയിൽ. എന്താ ചെയ്തവൻ? ചുറ്റു നോക്കി. യോർദാനക്കരയുള്ള ഫലഭൂയിഷ്ടമായ സമതലങ്ങളൊക്കെ കണ്ടു. ഇതെല്ലാം ഇഞ്ഞു ചേർത്ത് പിടിച്ചു. യോർദാനക്കരയുള്ള സമതലങ്ങളും ഫലഭൂയിഷ്ടമായ തലങ്ങൾ അവൻ ഇതെല്ലാം ചുറ്റും കണ്ണോടിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് മതി അച്ഛാ, അച്ഛാ എനിക്കിത് മതി. എത്ര നല്ല മനുഷ്യനല്ലേ! എനിക്കിത് മതി. എല്ലാം നോക്കി വാരിപ്പിടിച്ചു. എവിടം വരെ പോയി? എവിടം വരെ പോയി? സോദോം ഗൊമോറ വരെ, സർവനാശത്തിലേക്ക്. ഭാര്യയെ പോലും രക്ഷപ്പെടുത്താൻ, കുടുംബത്തെ പോലും രക്ഷപ്പെടുത്താൻ സാധിക്കാതെ വന്ന അരാജകത്വം, അല്ലേ? അധോഗതി. പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം മുകളിലേക്ക് നോക്കി മൊട്ടക്കുന്നുകൾ കണ്ടു. മൊട്ടക്കുന്നുകൾ കണ്ടു. അബ്രഹാം ഉറക്കെ വിളിച്ച് പറഞ്ഞു, എന്താണ്? എനിക്കത് മതി. കാരണം ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവത്തെയാണ് ഈ ഊഷരയുടെ ആ ഭൂമിയിൽ അവൻ കണ്ടെത്തിയത്. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ അബ്രഹാം കണ്ടു. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്നെ വഴി നടത്തുന്ന, അനുഗ്രഹിക്കുന്ന, എന്നെ വിളിച്ചിറക്കിയ തമ്പുരാൻ മുകളിൽ നിന്ന് അനുഗ്രഹിക്കുന്ന നന്മ കണ്ടു. അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അത് മതി. എനിക്ക് എന്റെ തമ്പുരാനെ മതി. എന്റെ സമ്പത്ത് അവനാണ്, എന്റെ സർവസ്വം അവനാണ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തെ നോക്കി, ദൈവത്തെ സമ്പാദ്യമായി കൂടെ കൂട്ടുമ്പോൾ രക്ഷയുണ്ട്, അനുഗ്രഹമുണ്ട്. ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ നാശം മാത്രമേ ഉള്ളൂ. എത്ര കൂട്ടി വെച്ചാലും, എത്ര ഡിപ്പോസിറ്റ് ഇട്ടാലും, എത്ര ഗൂഗിൾ പേ ചെയ്താലും എവിടെങ്കിലും ചെന്ന് തീരും. അത്രയേ ഉള്ളൂ. വെട്ടിപ്പിടിച്ച് മുന്നോട്ടോടി നാശത്തിലേക്ക് പോയി. അബ്രഹാം വിട്ടുകൊടുത്തു. അബ്രഹാം വിട്ടുകൊടുത്തു. ദൈവത്തെ കണ്ടു. സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ ജീവിച്ചു. അതാണ് അബ്രഹാം പിതാവ്. സക്കായി വിട്ടുകൊടുത്തപ്പോൾ അബ്രഹാമിന്റെ മകനായി മാറി. വിട്ടുകൊടുത്തപ്പോൾ അബ്രഹാമിന്റെ മകനായി മാറി. വിട്ടുകൊടുക്കാനുള്ള മനസ്സൂടെ ഉണ്ടാകണം വല്ലപ്പോഴൊക്കെ. എല്ലാം പോക്കറ്റ് കയറ്റുന്ന സ്വഭാവമല്ല. വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അബ്രഹാമിന്റെ മക്കളാകുന്നത്, നിന്റെ കുടുംബത്തിൽ രക്ഷയുണ്ടാകുന്നത്, നിനക്ക് വ്യക്തി ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. 2 വാക്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു. സർവ്വലോകത്തിലുമുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഇവനും ഇവന്റെ ഭവനത്തിനും നന്മയുണ്ടായി. ഈ പരിശുദ്ധ പെരുന്നാൾ മുഖാന്തരമായി ഈ ദൈവാന്വേഷണത്തിന്റെ ഒരു ഭാവം, ക്രിസ്തുവിനെ കണ്ടെത്തുന്ന, ആത്മരക്ഷ കൈവരിക്കുന്ന, വിട്ടുകൊടുക്കുന്ന, കൃപയിൽ നിറയുന്ന സൗഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഈ വചന ശുശ്രൂഷയിലും പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ തമ്പുരാൻ ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിലും സന്തോഷത്തിലും നമ്മളെ ഓരോരുത്തരും തമ്പുരാൻ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങളാൽ നിറയ്ക്കട്ടെ.